നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളി MLA അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് ആശയക്കുഴപ്പം. എൽദോസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയതാണ് പോലീസിനെ കുഴപ്പിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വിധി വരും മുൻപ് അറസ്റ്റ് ചെയ്യാനാകുമോ എന്നതിനാലാണ് സംശയം. എങ്കിലും ഒളിവിലുള്ള എൽദോസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായെങ്കിലും വിധി പറയാൻ 20ലേക്ക് മാറ്റുകയായിരുന്നു. നിയമപരമായി അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കെ സാധാരണഗതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന പതിവില്ല. ഈ സാഹചര്യത്തിലാണ് വിധി വരും വരെ കാത്തിരിക്കണോ, തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യണോ എന്ന് പോലീസ് ആലോചിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ച വിധി പറയുന്നതിനാൽ അതുവരെ അറസ്റ്റിന് സാധ്യത കുറവാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് എൽദോസിന്റെ നീക്കം. MLA ഒളിവിലാണെങ്കിലും പെരുമ്പാവൂരിലെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്ത് MLA ഓഫീസിന് പോലീസ് കാവലും ഏർപ്പെടുത്തി. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘം. ഇന്നലെ പരാതിക്കാരിയായ യുവതിയുമായി വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പിനെത്തിയിരുന്നു. തെളിവെടുപ്പ് ഇന്നും തുടരും. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുയരുന്ന കാര്യങ്ങളിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. കാരണം എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച യുവതിയുടെ പശ്ചാത്തലം അത്തരത്തിലുള്ളതാണ്. പലർക്കെതിരെയും ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുകയും നിരവധി വിവാഹങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുള്ള യുവതി, 2 വാറണ്ടുകൾ നിലവിലുള്ള യുവതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ യുവതിയെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എൽദോസിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയിട്ടുണ്ട്. എങ്കിലും കേസായ സ്ഥിതിക്ക് ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഒളിവിൽ പോകാതെ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആയതുകൊണ്ട് തന്നെ അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട്, ഈ പ്രത്യേക സാഹചര്യത്തിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലാകും ഒരു പക്ഷേ കോടതി വിധി പറയുക എന്നാണ് സൂചനകൾ നമുക്ക് തോന്നുന്നതും സൂചനകളുള്ളതും. കാരണം ആ യുവതിയെ സംബന്ധിച്ചുള്ള പശ്ചാത്തലം തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അധ്യാപികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി എല്ലാവരെയും കബളിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അവരെ ഇപ്പോഴും അധ്യാപിക എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊരു അധ്യാപികയുമല്ല, അവർ ഒരു തരത്തിലുള്ള ജോലിയും ചെയ്തിട്ടുള്ള ഒരാളല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഒരു യുവതി തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഭാരത് ലൈവ് തന്നെ അവരെക്കുറിച്ചുള്ള മുഴുവൻ വാർത്തകളും സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കെതിരെ ഈ DGPക്ക് പരാതി നൽകുകയും ഈ യുവതി DGPക്ക് പരാതി നൽകുകയും അതിനുശേഷം അത് സൈബർ സെല്ലിലേക്ക് പോവുകയും ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്ത ചെയ്തതെന്നും ആ തെളിവുകൾ അടക്കമുള്ളവ ഞങ്ങൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. പോലീസ് അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയതോടെ ഞങ്ങൾക്കെതിരെയുള്ള നടപടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അന്നൊക്കെ എൽദോസും ഇവരും തമ്മിൽ വലിയ സൗഹൃദത്തിലായിരുന്നു. എൽദോസ് ഒരു പൊതുപ്രവർത്തകന് വേണ്ട മാന്യത കാണിച്ചില്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പുലർത്തേണ്ട ധാർമ്മികമായ മര്യാദകൾ പാലിച്ചില്ല എന്നത് തന്നെയാണ് എൽദോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നം. എൽദോസ് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം ശരി തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇവർ മർദ്ദിച്ചു എന്ന് പരാതി കൊടുക്കുകയും പിന്നീട് ബലാത്സംഗ പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതിക്ക് എത്രത്തോളം മെറിറ്റ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ മുമ്പിലും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ കോവളം CI ആയിരുന്ന പ്രിജു ഈ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് പോകാതിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനും സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയാൻ കഴിയും. അതിൽ നെഗോസിയേഷൻ സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇവരെ സംബന്ധിച്ച കൃത്യമായ തെളിവുകളും വിവരങ്ങളും ഇവരാരാണെന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു MLAക്കെതിരെ കേസെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു MLAക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്, ഇപ്പോൾ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെ പറയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളും ഈ എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായതും എൽദോസ് കുന്നപ്പള്ളി തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ഇവരുമായി ബന്ധം പുലർത്തിയിട്ടില്ലോ എന്നോ ഒന്നുമുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ അപ്പോഴും ഇത്രയും തട്ടിപ്പുകാരിയായ ഒരു യുവതി ഉന്നയിക്കുന്ന ഒരു പരാതിക്ക് ഇത്ര വലിയ പ്രാധാന്യം മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിലെ രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ്. ആ രാഷ്ട്രീയം തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇവർ ആയുധമാക്കുന്നതും. അല്ലാതെ ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട്, ഈ സ്ത്രീയെ പലരും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. CPMലെ ചില നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സ്ത്രീയുടെ പിറകിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൊതുവെ അങ്ങനെ തന്നെയാണ്. നേരത്തെ സോളാർ തട്ടിപ്പുകാരിയുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ജനപ്രതിനിധിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള യുവതികളെ കൃത്യമായി വിന്യസിക്കുന്നത്, ഇത്തരത്തിലുള്ള യുവതികളെ ഉപയോഗിക്കുന്നതെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഏതായാലും കോടതികളാണ് ഈ വിഷയത്തിൽ അന്തിമ വിധി പുറപ്പെടുവിക്കേണ്ടത്. എന്താകും എൽദോസിന്റെ വിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്രയും വലിയ തട്ടിപ്പുകാരി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോടതിയിൽ വരുമ്പോൾ കോടതി എന്തുകൊണ്ടാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാത്തത് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ CPM ഇപ്പോൾ പെട്ടുകിടക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഇത് അറസ്റ്റ് ചെയ്ത് ഒരു രാഷ്ട്രീയപരമായ നീക്കത്തിലേക്ക് മാറിയേനെയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.